Hi friends, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു കാപ്പിയാണ്. ഇത് പനി, ജലദോഷം, ചുമ, തൊണ്ടവേദന അതൊക്കെ ഉള്ളപ്പോൾ നമുക്ക് എല്ലാവർക്കും തന്നെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ ഒരു കാപ്പിയാണ്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണാം. കർക്കിടക മാസത്തിൽ മഴയും തണുപ്പും ഒക്കെ ഉള്ളപ്പോൾ നമുക്ക് ഈ കാപ്പി ഉണ്ടാക്കി കഴിക്കാം. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണാം. ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ബെൽ ഐക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യണം. അതിൽ ഓൾ ഓപ്ഷൻ തിരഞ്ഞെടുക്കണം. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉടനോടെ നോട്ടിഫിക്കേഷൻസ് വരൂ. അപ്പോൾ എങ്ങനെയാണ് ഈ ഈസി ആയിട്ടുള്ള ആരോഗ്യപ്രദമായ കാപ്പി ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ഞാൻ ഇതിന് മുൻപ് കർക്കിടകം റെസിപ്പീസ് ഒരുപാട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പ്രാവശ്യം ഈ കർക്കിടക മാസത്തിലും കഴിഞ്ഞ സീസണിലും ഒരുപാട് റെസിപ്പീസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം തന്നെ ഒരു പ്ലേലിസ്റ്റിലുണ്ട്. പല തരത്തിലുള്ള കർക്കിടകം വിഭവങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം തന്നെ നിങ്ങൾക്ക് വാച്ച് ചെയ്യാം. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കുന്നത് ഒരു കാപ്പിയാണ്. പനിക്കൂർക്ക ഇല ഉപയോഗിച്ചുള്ള ഒരു കാപ്പി. വേറെയും കുറച്ച് സാധനങ്ങൾ നമ്മൾ ചേർത്തുണ്ടാക്കുന്ന നല്ലൊരു കാപ്പിയാണ്. അപ്പോൾ പനി, ജലദോഷം, ചുമ, തൊണ്ടവേദന അതൊക്കെ ഉള്ളപ്പോൾ നമുക്ക് ഈ ഒരു കാപ്പി ഉണ്ടാക്കി ചൂടോടെ കഴിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ പ്രത്യേകിച്ചും കർക്കിടക മാസത്തിൽ മഴയും തണുപ്പും ഒക്കെ ഉള്ളപ്പോൾ നമുക്ക് ഈ കാപ്പി ഉണ്ടാക്കി കുടിക്കാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് ചുക്ക് എടുത്തിട്ടുണ്ട്. ഒരു 3 കഷ്ണം ചുക്ക്, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക്, 1/2 ടീസ്പൂൺ ജീരകം, പിന്നെ ഒരു 4-5 പനിക്കൂർക്ക ഇല. അപ്പോൾ നമുക്ക് ഇതെല്ലാം ഒന്ന് ചതച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു സാധാരണ സ്റ്റീൽ കപ്പിൽ 3 കപ്പ് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളം തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിതിൽ കരിപ്പട്ടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 2 കഷ്ണം കരിപ്പട്ടി എടുത്തിട്ടുണ്ട്. ഇതുപോലെ 2 കഷ്ണം കരിപ്പട്ടി അത് നമുക്കിതിൽ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മൾ ചതച്ചെടുത്ത ചുക്ക്, ജീരകം, കുരുമുളക് ഇത്രയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 5 to 6 മിനിറ്റ് നമുക്കിതുപോലെ തിളപ്പിക്കാം. എന്നിട്ട് ഞാനിതിൽ ഒരു അല്പം 1/2 ടീസ്പൂൺ കാപ്പിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഇലകൾ ചെറുതായിട്ട് കീറിയെടുത്തത് ചേർത്ത് കൊടുക്കാം. പനിക്കൂർക്ക ഇല, നമുക്ക് ഒരു പിടി തുളസി കൂടെ വേണമെങ്കിലും ചേർക്കാം. ഇനി നമുക്കിത് അടച്ച് വയ്ക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം അടച്ച് വയ്ക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിനെ ഒന്ന് അടച്ച് വയ്ക്കാം. അപ്പോൾ നമുക്കിനി ഇത് അരിച്ചെടുക്കാം. അരിച്ചെടുത്ത് അപ്പോൾ വീണ്ടും കാണാം നല്ല റെസിപ്പീസുമായി. ടിൽ ദെൻ ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.